എസ്റ്റിമേറ്റിലെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് മലപ്പുറം വണ്ടൂരിൽ 4-വരി പാതയുടെ നിർമ്മാണം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. സിപിഎം വികസനം തടയുന്നുവെന്നാരോപിച്ച് എ പി അനിൽകുമാർ എംഎൽഎ രംഗത്തെത്തി. 4 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച റോഡിൽ ഓവുചാലുകൾ പോലുമില്ലെന്നാരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ടാറിംഗ് ജോലികൾ തടസ്സപ്പെടുത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി ശ്രീജുവിനെ തടഞ്ഞുവച്ചു. വിദ്യാർത്ഥികൾക്ക് നടപ്പാത നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ റോഡ് പണി പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് ഡ്രൈനേജ് പോലും റോഡിനില്ലാത്ത അവസ്ഥയാണ്. കുട്ടികൾ നടുവിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ആ ലിങ്കിലൂടെയാണ് നടന്നു പോകുന്നത്. അപകടം എപ്പോഴാണെങ്കിലും സംഭവിക്കാവുന്ന രീതിയിലാണ് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം നടന്നത്. സർക്കാർ ജീവനക്കാരെ തടഞ്ഞുവെച്ച് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് 20 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. മസിൽ പവർ ഉപയോഗിച്ച് വികസനം തടയുകയാണെന്ന് ആരോപിച്ച് എ പി അനിൽകുമാർ എംഎൽഎ ഡിവൈഎഫ്ഐക്കെതിരെ രംഗത്തെത്തി. ചില സ്ഥാപിത താൽപര്യക്കാരുടെ വക്താക്കളായിട്ട് CPM മാറുന്നു എന്നുള്ളതും ഞാൻ വ്യക്തമായിട്ട് ആരോപിക്കുകയാണ്. അതിൽ നിന്ന് CPM മാറണം, നാടിന്റെ വികസനം ഉണ്ടാകണം, അതിനെതിരായിട്ട് നിൽക്കരുത്. ഇന്ന് ഗവൺമെന്റ് CPM ഭരിക്കുന്ന ഗവൺമെന്റാണ്. അവിടെ അഴിമതി ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അന്വേഷിച്ചൂടെ? 1 വർഷം മുൻപ് മറ്റു ജോലികൾ പൂർത്തിയായെങ്കിലും ടാറിംഗ് നടക്കാത്തത് റോഡിൽ യാത്രാ ദുരിതമുണ്ടാക്കുന്നുണ്ട്. മനോരമ ന്യൂസ്, മലപ്പുറം.